നമ്മുടെ ഇന്ത്യയുടെ സ്വർഗ്ഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാശ്മീരിലെ ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ഇന്ത്യൻ ക്ലാസിക് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാശ്മീരി സ്റ്റൈൽ മട്ടൻ കറിയാണ് നമ്മുടെ റെസിപ്പി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം. ഒരു ബൗളിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ഒരൽപ്പം പെപ്പർ പൊടിയും കൂടി ചേർത്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത മട്ടൺ പീസസ് ഇട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. ഏകദേശം ഒരു അരമണിക്കൂറോളം ഇത് മാരിനേറ്റ് ചെയ്യണം. ഇതിലേക്ക് ഒരു അര സ്പൂൺ മുതൽ 1 സ്പൂൺ വരെ വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്താണ് നമ്മൾ മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വയ്ക്കുന്നത്. മട്ടൺ മാരിനേറ്റ് ചെയ്യുന്ന സമയത്തിന് നമുക്ക് കുറച്ച് മസാല ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു 2 സ്പൂണോളം പെരുംജീരകവും 1 സ്പൂൺ സാധാരണ ജീരകവും 2 സ്പൂൺ മുഴുവനോടെയുള്ള മല്ലിയും എരിവുള്ള 3 വറ്റൽമുളകും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കുമ്പോഴൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു കുക്കർ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതിട്ട് അത് പൊട്ടി വരുമ്പോഴേക്കും ചതച്ചെടുത്ത ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ഏകദേശം ഒരു അരക്കപ്പോളം വരും അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴറ്റിയെടുക്കുന്ന സമയത്തിന് നമുക്ക് നമ്മുടെ മസാല തണുത്തെങ്കിൽ പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ മസാല തേങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു 3 സ്പൂണോളം നല്ല കട്ടിയുള്ള അധികം പുളിപ്പില്ലാത്ത തൈര് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു കട്ടിയുള്ളൊരു പേസ്റ്റ് പോലെ ആക്കിയെടുത്ത് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ആ ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഹോൾ സ്പൈസസും കൂടിയുള്ള കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കരിഞ്ഞു പോവാതെ നല്ലവണ്ണം സ്ലോ ഫ്ലെയിമിലിട്ട് വേണം നന്നായി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വഴറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൺ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടൺ പീസസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റോളം നന്നായി വഴറ്റി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു പ്രോസസ്സിൽ കൂടെയാണ് നമ്മുടെ മസാല മട്ടനിൽ നല്ലവണ്ണം കോട്ടായി ഈ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത്. ഈ സമയത്ത് മട്ടനിൽ നിന്ന് അല്പം വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ല എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങും. ഇനി നമുക്ക് സ്ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് മാത്രമാണ്
മട്ടനിൽ ഉപ്പ് ചേർത്തത്. നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് സിമ്മിൽ തന്നെ നമുക്കിത് അടച്ച് വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിനി ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ്സിൽ കൂടുതലായിട്ട് ഒരു 5 വിസിലോളം സ്ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പ്രഷറൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായി മട്ടൻ വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതേ ഒരു പീസ് എടുത്ത് നോക്കുമ്പോൾ കണ്ടോ, നന്നായിട്ട് ജ്യൂസി ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് നമുക്ക് ഫൈനലായിട്ട് ഒരു 1/2 സ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഫൈനലായിട്ട് ഫ്ലേവറിനായിട്ടൊരു അല്പം മല്ലിയില ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ തീരെ ഇല്ല. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇപ്പോൾ രാത്രിയിൽ അത്യാവശ്യം ചന്നം പിന്നെ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് ചൂട് ചപ്പാത്തിക്കൊപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാശ്മീരി സ്റ്റൈൽ മട്ടൻ കറി കൂടിയായാൽ സൂപ്പറായിരിക്കും.